ഞാൻ അദ്ദേഹമായിട്ട് ഒരു തർക്കത്തിനുമില്ല. പണ്ടും ഇല്ല, ഇന്നും ഇല്ല, നാളെ നമ്മൾ തർക്കത്തിന് പോകാനില്ല. നമ്മളുടെ ലക്ഷ്യം വേറെയാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ പോവുക എന്നുള്ളതല്ലാതെ നമുക്ക് വേണ്ടത് എന്താ? വിശ്വാസ സംരക്ഷണം ഇവിടെ നടക്കുമോ ഇല്ലയോ, അതാ പ്രധാനപ്പെട്ട പ്രശ്നം. അതെ സത്യമാണ്. ആ സർക്കാരിനെ കൊണ്ട് കഴിയേണ്ട സർക്കാരിന് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. സർക്കാരിനെ കൊണ്ടേ കഴിയുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. ആ സർക്കാർ കൊടുത്ത ഒരു അഫിഡവിറ്റാണ്. അതിനകത്ത് അവർ സുപ്രീം കോടതിയിലൊരു വക്കീലിനെ കൊണ്ടുവന്നത്. അദ്ദേഹമാണ് ഈ അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത്. ജയ്ദീപ് ഗുപ്ത അദ്ദേഹം കൊടുത്ത ഇതല്ലേ? അത് ഈ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണം കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ടുവന്നതല്ലേ? അവർ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ കാര്യമല്ലേ? സ്വാഭാവികമായിട്ട് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. ഒരു പാർട്ടി ലീഡർഷിപ്പാണ് തീരുമാനിക്കേണ്ടത്. ഒരു കാര്യം ഞാൻ വളരെ ഖണ്ഡിതമായി പറയാം. നായർ സർവീസ് സൊസൈറ്റിയായിട്ടൊരു തർക്കത്തിനും കേരളത്തിലെ കോൺഗ്രസ് പോകേണ്ട ഒരു കാര്യവുമില്ല, പോകത്തുമില്ല. നിങ്ങൾ ഇതിലെല്ലാം തെരഞ്ഞെടുപ്പ് പോയിട്ട് ഞാൻ പഴയ കാര്യം 2007 മുതലുള്ള ചരിത്രത്തിൻ്റെ കാര്യമല്ലേ പറഞ്ഞു വന്നത്. നിങ്ങളിപ്പോൾ ചുറ്റിക്കെട്ടി ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുൾമനെ കൊണ്ടുവരാനായിട്ട് അത് വന്നോട്ടെ, അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ കൃത്യമായ സമയത്തെത്തട്ടെ. അത് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും എൽ.ഡി.എഫ് സർക്കാരിനും കൊടുക്കുന്നു, അതിൻ്റെ കൂടെ NSS മുസ്ലിം സമുദായത്തെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നു. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയം. അതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് ലീഗൽ ഇഷ്യൂസാണ്. ഞാൻ ഇന്നത്തെ ഈ ഇതിൽ ആ ലീഗൽ ഇഷ്യൂസിൽ മാത്രമായി ഉറച്ചു നിൽക്കുകയാണ്. പൊളിറ്റിക്കൽ ഇഷ്യൂസ് സ്വാഭാവികമായിട്ടും അതിൻ്റെ പാർട്ടി ലീഡർഷിപ്പ് ആലോചിച്ചത് ചെയ്യും. അറിയില്ല, ഞങ്ങൾ നടത്തിയതല്ലോ. നമുക്കെന്ത് കാര്യമാണ്? നമ്മൾ ആ കാര്യത്തെ ഞങ്ങളുടെ നിലപാട് എന്താ? മതസൗഹാർദ്ദമാണ് ഞങ്ങളുടെ നിലപാട്. ആ മതസൗഹാർദ്ദത്തിന് വിരുദ്ധമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പെരുമാറി എന്നുള്ളത് ഞങ്ങൾക്ക് അവരോട് പോലും ഇതിനുള്ള തർക്കമുള്ളത്. മതസൗഹാർദ്ദം തകർക്കുന്ന രൂപത്തിലുള്ള നിലപാടുകൾ എടുത്തു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് അവരുമായിട്ടുള്ള തർക്കവും. പിന്നെ ഞങ്ങൾക്ക് എന്താ പുതിയ ക്ഷേത്രം, അതായത് ബാബുരി ക്ഷേത്രം വരണം, ബാബുരി സ്വാമി അല്ല വരണം എന്നുള്ളൊരു ആവശ്യമൊക്കെയാണ് ഉന്നയിക്കുന്നത്. അതൊക്കെ മതസൗഹാർദ്ദം തകർക്കുകയല്ലേ ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ലീഗൽ ഇഷ്യൂസിലാണ്. ആ ലീഗൽ ഇഷ്യൂസിനകത്ത് ഈ ഗവൺമെൻറ് എന്ത് പറയുന്നു എന്നുള്ളത് അറിയട്ടെ. പിന്നെ നമുക്ക് തീവ്ര മതവാദവുമായിട്ടൊന്നും കേരളത്തിൽ പോകാൻ പറ്റുകയില്ല. കേരളത്തിൽ നിന്ന് ഇന്ത്യ രാജ്യത്ത് വരും, ലോകത്തുള്ളത്ത് നടക്കുകയില്ല. ആ നടക്കാത്ത കാര്യം എന്തിനാ നമ്മളിവിടെ പറയുന്നത്? നമ്മുടെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എത്തിയപ്പോഴേ വലിയ സ്വീകരണമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും നേതാക്കളുടെ ഭാഗത്തുനിന്നും. ഇതൊക്കെ ഒരു അച്ചടക്ക ലംഘനമായി കാണുന്നുണ്ട്. അച്ചടക്ക സമിതി അധ്യക്ഷൻ എന്ന നിലയിലാണ്. വരട്ടെ, അത് ഞാൻ പറയണ്ട. ഇന്നിപ്പോൾ ഇതേ വയ്ക്കാം, നമുക്ക് അതിലോട്ട് വരാം പിന്നീട്. ആ ചോദ്യം തന്നെയല്ലേ വേറൊരു രൂപത്തിൽ ചോദിച്ചത്. ആയിക്കോട്ടെ.